പ്രൊഫസർ കൃഷ്ണപിള്ള സാറിൻ്റെ ദീർഘസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 2 ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ ഈ വേദി നടക്കുന്നത്. ആദ്യത്തേത് പ്രൊഫസർ കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാല പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ 18ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം. അടുത്തത് സാഹിത്യ സഖ്യത്തിൻ്റെ 14ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എസ് ഗോപിനാഥ് സാർ, പരിശിഷ്ടാതിഥികളായ ശ്രീ എം വിജയകുമാർ, ശ്രീ ടി പി ശാസ്ത്രമംഗലം, പിന്നെ സ്മരണാഞ്ജലി അവതരിപ്പിച്ച ശ്രീ അനിൽ കരിങ്കുളം, സാർ, വിനോദ് കുമാർ, ശ്രീ ശിവൻകുട്ടി, നമ്മുടെ സൈനിക ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ ഹെൽമെറ്റ് രാജാരാമ സാർ, പിന്നെ സദസ്സിൽ മുമ്പിലിരിക്കുന്ന എല്ലാ വിശിഷ്ട ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സാഹിത്യ സഖ്യാംഗങ്ങളുണ്ട്, അല്ലാതെ സഹൃദയരുണ്ട്, എല്ലാവർക്കും ആദരവ് അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷം വഹിക്കുന്ന ശ്രീ എസ് ഗോപിനാഥ്, അദ്ദേഹം പോലീസ് സേനയായി ആരുടെ സ്മരണയിലാണോ നാം ഈ അരങ്ങൊരുക്കിയത്, ദ്വിതീയനായ ഗുരുനാഥൻ പ്രൊഫസർ കൃഷ്ണപിള്ള സാറിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറിൻ്റെ 108ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. 2ാമത്തെ ദിവസമായ ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയും പഠന ഗവേഷണ കേന്ദ്രവും അതിൻ്റെ 18ാം വാർഷികം, അതുപോലെ തന്നെ സാഹിതി സഖ്യത്തിൻ്റെ 14ാം വാർഷികവും, അതോടൊപ്പം പുസ്തക പ്രകാശനവുമാണ് നടക്കുന്നത്. അതേക്കുറിച്ചെല്ലാം സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു. ഈ ഫൗണ്ടേഷനിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരങ്ങളെക്കാൾ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾക്കും ഉള്ളത്. ഇന്ന് ഈ പഠന ഗ്രന്ഥശാലയുടെയും പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ പൊതുപ്രവർത്തകൻ, കലാ സാംസ്കാരിക കായിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മുൻ മന്ത്രി, മുൻ സ്പീക്കർ കൂടിയായിരുന്നിട്ടുള്ള ശ്രീ വിജയകുമാർ സർ, അതുപോലെ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത സാഹിത്യ, കവിത, ഗാന നിരൂപകൻ ശ്രീ ടി പി ശാസ്ത്രമംഗലം, കൃഷ്ണപിള്ള സാറിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നാം പറയും ഗുരുനാഥൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ വലിപ്പം അവരുടെ ശിഷ്യരിലൂടെയാണ് കണ്ടറിയേണ്ടത് എന്ന്. അത്തരത്തിൽ ഏറ്റവും വിശിഷ്ടനായ ശിഷ്യൻ അല്ലെങ്കിൽ ഒരുപാട് ശിഷ്യ പരമ്പരകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ഫൗണ്ടേഷൻ്റെ എല്ലാമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സർ, ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീമന്ദിരം രാധാകൃഷ്ണൻ, ശ്രീ അനിൽ കരിങ്കുളം, പ്രൊഫസർ ഡോക്ടർ എം എൻ രാജൻ സർ, ശ്രീ വിനോദ് കുമാർ, ശ്രീ തിരുമല ശിവൻകുട്ടി, എനിക്ക് മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ജ്യേഷ്ഠ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഗ്രന്ഥശാലയുടെ ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ വാർഷികം ഇവിടെ നടക്കുമ്പോൾ ഈ വേദിയും സദസ്സും അങ്ങേയറ്റം സമ്പുഷ്ടമാണ്, സമ്പന്നമാണ്. രവീന്ദ്രൻ സാറിനെ പോലെ വ്യത്യസ്തനായ, ഇന്നലെ അദ്ദേഹം സൂചിപ്പിച്ചതാണ്, വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന രവീന്ദ്രൻ സാറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ ദീർഘമായി സംസാരിക്കാൻ കഴിയില്ല.
ഈ ഉദ്ഘാടന സമ്മേളനം ഇന്നിവിടെ നടത്തുന്നത് വിജയകുമാർ സാറാണ്. ഏറ്റവും മികച്ച രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ എന്ന് സംശയലേശമന്യേ നമുക്ക് പറയാൻ കഴിയുന്ന, അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തന പാരമ്പര്യമാണ് ഇതിനുള്ളത്. 36 വർഷത്തോളമായി പ്രവർത്തിക്കുന്നു. വളരെ സജീവമായി 365 ദിവസവും, സാധാരണ ഫൗണ്ടേഷനുകൾ ഒരു ദിവസത്തെ ഒരു വാർഷികത്തിൽ ഒതുങ്ങുമ്പോൾ 365 ദിവസവും മലയാള ഭാഷയ്ക്ക് വേണ്ടി, മലയാള ഭാഷയുടെ പോഷണത്തിന് വേണ്ടി, അതിൽ ഗവേഷണം നടത്തുന്നതിന് വേണ്ടി, അറിവ് പകരുന്നതിന് വേണ്ടി, കുട്ടികളെ സാഹിത്യാഭിരുചിയുള്ളവരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം സഹകരിച്ച് പ്രോത്സാഹനം നൽകിയ ആളുകളാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഗ്രന്ഥശാല 35,000-ലേറെ അമൂല്യമായ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ്. അവിടെ പഠന ഗവേഷണങ്ങൾ നടക്കുന്നു. അതിലുപരി വളരെ ദൗർലഭ്യമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാലാതീതമായി നിലനിൽക്കേണ്ടതായ പല പുസ്തകങ്ങളുടെയും ഡിജിറ്റൈസ് ചെയ്ത ഡിജിറ്റൽ കോപ്പികൾ ഈ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമുക്കൊക്കെ അറിയാം, ഏതെങ്കിലും ഒരു പഴയ രേഖ തേടി അല്ലെങ്കിൽ ഒരു പഴയ പുസ്തകം തേടി നാം ഗ്രന്ഥശാലകൾ അല്ലെങ്കിൽ വായനശാലകൾ പോലും കയറി ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശരിയായ വിവരം പോലും നമുക്ക് നൽകാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ഗ്രന്ഥശാലകൾ കേരളത്തിലുണ്ട് എന്ന അനുഭവസ്ഥനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ സാഹിത്യ സഖ്യം എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നിവിടെ സാഹിത്യ പ്രവർത്തകർ ഈ സാഹിതി സംഘത്തിൻ്റെ മേൽവിലാസത്തിൽ ഒത്തുചേരുന്നു. ചർച്ചകൾ നടക്കുന്നു, സാഹിത്യ ചർച്ചകൾ നടക്കുന്നു, സാഹിത്യ കൃതികൾ അവതരിപ്പിക്കപ്പെടുന്നു, അതേക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അത്തരത്തിൽ വളരെ സജീവമായ സാഹിത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒട്ടും സംശയലേശമില്ലാതെ എനിക്ക് പറയാൻ കഴിയും, ഈ സാഹിതി സഖ്യത്തിൽ വന്ന പലരും പേനയെടുക്കാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ തുറന്നു പറയാൻ സംസാരിക്കാൻ മടിച്ചിരുന്ന, ഒരു വേദിയിലോ അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഇടയിലോ സംസാരിക്കാൻ മടിച്ചിരുന്ന എത്രയോ ആളുകൾ പേനയും പേപ്പറും, അത് ഞാൻ ഉൾപ്പെടും, പേനയും പേപ്പറും അല്ലെങ്കിൽ എടുത്ത് സംസാരിക്കാനും എഴുതാനും ഒക്കെയുള്ള ധൈര്യം കിട്ടിയത് ഈ സാഹിതി സഖ്യത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അതിൻ്റെ സാക്ഷിയാണ് എന്നുകൂടി, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവസ്ഥനാണ് എന്നുകൂടി മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്നിവിടെ നിരവധി 9 ഗ്രന്ഥങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ഞങ്ങൾക്കിതൊരു അത്ഭുതമല്ല. എന്നാൽ ഒരു കഴിഞ്ഞൊരു കവി സമ്മേളനമുണ്ട്. ആ കവി സമ്മേളനത്തിൽ എത്ര പേരുണ്ട് എന്ന് നോക്കേണ്ടത് നമുക്കറിയാം. ഇതെല്ലാം ഇവിടുത്തെ അംഗങ്ങളാണ്. അതുകൊണ്ട് സാഹിത്യകാരന്മാരും എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു സാഹിത്യ സഖ്യം, അവരംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രന്ഥശാല, എല്ലാ തരത്തിലും ഇവിടെ പഠനം നടത്തുന്നുണ്ട്. പാഠ്യപദ്ധതികളനുസരിച്ച് കുട്ടികളെ വിവിധ സെറ്റ്, നെറ്റ് തുടങ്ങിയ, അതുപോലെ അഖിലേന്ത്യാ സർവീസിലേക്ക് വരെ പരിശീലിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ നിസ്വാർത്ഥമായി സേവനം നൽകുന്ന അധ്യാപകരുടെ, സാഹിത്യ പ്രവർത്തകരുടെ വലിയൊരു നിര തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയും ജീവാത്മാവെന്ന് അങ്ങേറ്റം വിനയത്തോടെ അംഗീകരിച്ചുകൊണ്ട്, അവരെല്ലാം മനസ്സിലോർത്തുകൊണ്ട്, ഒരിക്കൽ കൂടി കൃഷ്ണപിള്ള സാറിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം ചുക്കാൻ പിടിക്കുന്ന, ഒരുപക്ഷെ പേര് ധരിക്കുക ഒരു ഭംഗിവാക്കായി പോകുന്നില്ലേ, അത്തരത്തിൽ എല്ലാം സംയോജിപ്പിച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന എഴുന്നൂർ രാജരാജവർമ്മ സാറിന് ഞങ്ങളുടെയൊക്കെ കലാകേരളത്തിൻ്റെ സാഹിത്യ കേരളത്തിൻ്റെ മലയാള ഭാഷയുടെ ഒക്കെ പേര്, അല്ലെങ്കിൽ ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ നിങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. ഇതിലൊക്കെ ഒരു ഏറ്റവും പ്രധാനം അതിൻ്റെ നേതൃത്വം തന്നെയാണ്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ചെയർമാനായി ഇന്ന് പ്രവർത്തിച്ച ആളുകളുടെ എല്ലാം ഫോട്ടോകളിൽ ഇവിടെ ഇരിപ്പുണ്ട്.
ഇപ്പോൾ ചെയർമാനായി പ്രവർത്തിച്ച് വളരെ ഭംഗിയായി ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പന്നിയൻ രവീന്ദ്രൻ സാറ് ശരിക്കൊരു മാതൃക തന്നെയാണ്. അതുപോലെ തന്നെ മാതൃകയാണ് ഈ സ്ഥാപനവും. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഇവിടെ പഠിക്കാനല്ല വരേണ്ടത്. ഇതൊരു ആരാധനാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യക്ഷേത്രത്തിലോ വരുന്നത് പോലെ വേണം ഈ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ. അതാണ് ഇവിടെ പരിപോഷിപ്പിക്കുന്ന മൂല്യങ്ങളുടെ വില എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മാർത്ഥമായ സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഏറ്റവും വിജയപ്രദമായി തീർക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ എം വിജയകുമാർ. അദ്ദേഹം ഈ ഫൗണ്ടേഷനുമായി ദീർഘകാലത്തെ അടുത്ത ബന്ധമുള്ളയാണ്. അത് സ്പീക്കറായിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാം ഈ ഫൗണ്ടേഷൻ്റെ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളയാളാണ്. കൃഷ്ണപിള്ള സാറിനോടും ഫൗണ്ടേഷനോടുമുള്ള സ്നേഹവും ഒക്കെ അദ്ദേഹം എപ്പോഴും പറയാറുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു, 10 മണിയാണ് സാറേ എന്ന് പറഞ്ഞു. കൃത്യം 10 ആയപ്പോൾ ഇവിടെ കയറി വന്നു കഴിഞ്ഞു. അത് ആ സമയനിഷ്ഠ എപ്പോഴും പാലിക്കുന്നു. അതിന് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. രാവിലെ നടക്കുമ്പോൾ ഞങ്ങൾ കാണുന്നതാണ് ദിവസവും. ഞങ്ങൾ നടത്തുകാരല്ലെങ്കിൽ ഇടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ആ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ആ വിശിഷ്ട അതിഥിയായ ശ്രീ എം വിജയകുമാർ അവരുടെ നമ്മൾ വിശിഷ്ടമായി തന്നെ ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിനെ ആദരിക്കുന്നത് ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ പന്നിയൻ രവീന്ദ്രൻ അവരുടെ സാറിനെ ഈ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. അനുഗ്രഹീതമായ ഈ ചടങ്ങ് അധ്യക്ഷ സ്ഥാനം അനുഗ്രഹിക്കുന്ന ബഹുമാനായ പ്രിയങ്കരനായ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. കലാരംഗത്ത്, സാഹിത്യരംഗത്ത് മാത്രമല്ല സ്പോർട്സിൽ ശ്രീ എസ് ഗോപിനാഥ് അദ്ദേഹം തെളിയിച്ച ശ്രീമതി അനുപമ സ്മരണാഞ്ജലി ശ്രീ അനിൽ കരിമ, സ്വാഗതം വൈസ് ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ സ്വാമി. പിന്നെ ഈ പ്രോഗ്രാമിൽ ഒരു പേരില്ലെങ്കിൽ എല്ലാം ആയിട്ടുള്ള ഫൗണ്ടേഷന്റെ സെക്രട്ടറി ഏറ്റവും അഭിനന്ദനായ ഡോക്ടർ ഹേമത്തൂർ രാജരാജ പ്രസാദ്, വേദിയിൽ നിന്ന് നിൽക്കുന്ന ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ പന്നിയൻ രവീന്ദ്രൻ, സാഹിത്യ സെക്രട്ടറിന്റെ വാർഷികോദ്ഘാടനം നിർവഹിക്കുന്ന പ്രഗത്ഭനായ ശ്രീ പി പി ശാസ്ത്രജ്ഞൻ, ഡോക്ടർ എം എൻ രാജൻ, ശ്രീ ആർ വിനോദ് കുമാർ, ശ്രീ തിരുമല ശിവൻപാട്ടി, പിന്നെ എല്ലാവരും ഇവിടെ ഇരിക്കേണ്ടവരാണ്. അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്ന അങ്ങനെയൊരു സദസ് കാര്യവട്ടം ചെയ്യുന്ന തുടങ്ങി അഭിനന്ദനായ സുഹൃത്തുക്കളെ,
സഹോദരി സഹോദരൻ, ഇവിടെ ക്ഷണിക്കുമ്പോൾ പറഞ്ഞ ചടങ്ങിൻ്റെ കൃത്യനിഷ്ഠയെ സംബന്ധിച്ച് എല്ലാവർക്കും സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലല്ല പറയാറുണ്ട്, പട്ടാളക്ഷരല്ല, അതിനപ്പുറം വെച്ചിട്ടില്ല. എന്നാൽ അതിനെ കടത്തി വെക്കുന്നതാണ് അധ്യാപക ചിട്ട. അതിൻ്റെ ആചാര്യൻ കൂടിയായിരുന്നു പ്രൊഫസർ കൃഷ്ണപ്രസാദ്. അതിൻ്റെ ശരിയായ പിന്തുണച്ച് വാസ്തവത്തിൽ കാണാൻ സാധിച്ചു. അതിൽ ഞാൻ അതിയായിട്ട് ആഹ്ലാദിക്കുന്ന വർത്തമാനം. ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും തന്നെ ഞാൻ ഞാനിവിടെ പലപ്പോഴും വന്നിട്ടില്ല. ഒരുപാട് ഓർമ്മകളുണ്ട്. ഓർമ്മ സാറിൻ്റെ കാര്യം ഒട്ടുന്നേര സാറിനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ഇവിടെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും നല്ലതിനെ നാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മഹാരഥന്മാരാണ് ഇതിനെ ഒരു കാലത്ത് നയിച്ചതെങ്കിൽ ഇന്ന് ഇതിനെ നയിക്കുന്ന അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ സെക്രട്ടറി ഡോക്ടർ എഴുന്നൂർ രാജരാജവർമ്മ സാറ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാംസ്കാരിക രംഗത്തെ നയിക്കുന്ന മറ്റ് പഴയന്മാർ, അവരെ ആദ്യമായി ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ അതിനുള്ള ആദരവായിട്ട് കൂടി ഞാൻ ഇന്നെ കാണുന്നു. അതാണ് ഇനി ഒരുപാട് കാര്യം നമുക്ക് ഒരു നല്ല ഒരു അടിത്തറ ഉണ്ടാക്കാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കി. കൃഷ്ണപ്രസാദും ഞാനുമായിട്ട് ആരും അറിയാത്ത ചില ബന്ധങ്ങളുണ്ട്. ഒരു വൈകാരിക തലം ഞങ്ങൾ തമ്മിലുണ്ട്. സാറുമായിട്ട് ഞാൻ പങ്കുവച്ചു. ഞങ്ങൾ ഒരേ മണ്ണിൽ നിന്ന് ജനിച്ചു വന്നതാണ്. മക്കളിൽ എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മുത്തശ്ശി എല്ലാം മക്കളക്കാരാണ്. അവിടെ നിന്ന് കുടിയേറി നെടുമങ്ങാട് വഴി കുടിയേറിയാണ് ഇവിടെ എത്തിയത്. അത് ഞാൻ സാറുമായി പറഞ്ഞു. സാറിൻ്റെ അവിടെ നിന്നാണ് കുടിയേറി. വൈകാരികമായ ഒരു ബന്ധം എന്നതിനെ ആണ് അത് പറയാൻ പറഞ്ഞുപോയി തന്നെ. സാറിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി സാറ് ഒരു അധ്യാപകനാണ്, പ്രശസ്തനായ പ്രഗത്ഭനായ അധ്യാപകൻ, എൻ്റെ ഗുരുസ്ഥാനീയനാണ്. ശ്രീ ഗോപിനാഥനോട് ചോദിച്ചു, സാറ് പഠിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ല, അല്ലേ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട്, അതൊക്കെ അന്നത്തെ കാലം. എൻ്റെ ഗുരുസ്ഥാനിയെ കൂടിയാണ് അദ്ദേഹം. പ്രഗത്ഭനായ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, മലയാളത്തിൻ്റെ അധ്യാപകൻ, കേരളത്തിൻ്റെ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യഘടന നോക്കിയാൽ അങ്ങ് വടക്ക് നിന്ന് തെക്ക് വരും. ശരിയായി പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ തലശ്ശേരി ഉള്ള പ്രശസ്തമായ കലാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചു എന്നതാണ്.
ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്. പ്രഗത്ഭനായ അധ്യാപകൻ. അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന നിലയിൽ വിലയിരുത്തുന്നത് നാടകങ്ങളാണ്. ആധുനിക നാടകത്തിൻ്റെ പിതാവ്, മലയാള നാടകത്തിൻ്റെ പിതാവ് തന്നെ സാഹിത്യകാരൻ എന്ന നിലയിൽ അതുല്യനായ സാഹിത്യ ക്ഷേത്രകാരനാണ്, ബാലസാഹിത്യകാരനാണ്. എല്ലാം ഉപരിയാണ് അദ്ദേഹം ഏറ്റവും വലിയ ഒരു മനുഷ്യ സ്നേഹിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബഹുമുഖ പ്രതിഭ ആണ് പ്രൊഫസർ കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്ന് പറയുമ്പോൾ നാടകം തന്നെയാണ്. നാടകത്തെ ആധുനികവൽക്കരിച്ച പ്രത്യേകം മലയാള നാടകത്തിൻ്റെ പ്രത്യേകത, നാടകം ഏറ്റവും വലിയ ജനകീയ സാഹിത്യത്തെ ഏറ്റവും ജനകീയമാക്കിയ കല, ഏറ്റവും ജനകീയമാക്കിയ കല, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ കഥകളി പോലുള്ള കലാരൂപങ്ങളിൽ ഇതിൻ്റെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കും. 1882 അഭിജ്ഞാന ശാകുന്തളത്തിൽ മലയാള പരിഭാഷയിലൂടെയാണ് ഈ രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അത് നാടകം വളരെയേറെ നവീകരിക്കപ്പെട്ട് ഏറ്റവും വലിയ ജനകീയ കലാസൃഷ്ടിയായി മാറിയിട്ടുണ്ട്. മലയാള നാടകത്തിൻ്റെ ആദ്യകാല കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രധാനി എന്ന് പറയാവുന്ന C.V. രാമൻപിള്ളയായിരുന്നു. പിന്നീട് അതിനെ ഒരു സമ്പൂർണ്ണ നാടക വേദിയുടെ വക്താവായിട്ട് G. ശങ്കരപ്പിള്ള. ആ കാലഘട്ടത്തിൽ ഇത്തര 40-കൾ കഴിഞ്ഞ് 50-കളൊക്കെ ആകുമ്പോഴാണ് അത് കൂടുതൽ സംഘടിതമായ പ്രസ്ഥാനങ്ങളായി മാറിയത്. നാടക സംഘടന അതിൽ ശ്രദ്ധേയമായി കേരളത്തിലെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് KPAC-യെ സംബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ IPTA അത് 1952-ലാണ് രൂപം കൊണ്ടത്. ഇതൊക്കെ ഉയർന്നു വന്ന നൂറുകണക്കിന് നാടക സംഘടനകൾ ഉയർന്നു വന്ന ഒരു കാലമാണ് ആ കാലം. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ പശ്ചാത്തലമാണെങ്കിൽ മലയാള നാടക രംഗത്തെ ഇന്നത്തെ രൂപത്തിൽ നവീകരണം ലക്ഷ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ് പ്രൊഫസർ N. കൃഷ്ണപിള്ള. 1950 തിരുവനന്തപുരത്ത് രൂപം കൊണ്ടതാണ് നാടക നവസംസ്കാര സമിതി. അതിൻ്റെ സ്ഥാപകനാണ് പ്രൊഫസർ N. കൃഷ്ണപിള്ള. അദ്ദേഹത്തോടൊപ്പം P.K. വിക്രമൻ നായരും, കുട്ടൻ നായർ സാറ്, പ്രൊഫസർ ആനന്ദകുട്ടൻ സാറ്, C.J. തോമസ്, അങ്ങനെ ഒരു വിവിധ നില നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അദ്ദേഹത്തിൻ്റെ കൃഷ്ണപിള്ള സാറിൻ്റെ തന്നെ സാഹിത്യ ജീവിതവും അദ്ദേഹത്തിൻ്റെ അമൂല്യമായ സംഭാവനകൾ കാത്തുസൂക്ഷിച്ചാൽ മാത്രം പോലല്ലോ അതിനെ പരിപോഷിപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കും. എത്ര ഫൗണ്ടേഷൻ എനിക്കറിയില്ല. എല്ലായിടത്തും ഫൗണ്ടേഷനെ കൊണ്ട് രക്ഷയില്ലാത്ത അവസ്ഥയായി. കുടുംബപരമായിട്ടും എല്ലാവർക്കും ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകത, ഇക്കാലത്തെ പ്രത്യേകത. പക്ഷേ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ സംഭവങ്ങളിൽ ഫൗണ്ടേഷൻ കൃഷ്ണപിള്ള സാറിൻ്റെ നാമധേയത്തിലുള്ള ഈ ഫൗണ്ടേഷൻ അതിൻ്റെ ഭാഗമാണ്. ഇതൊരു
സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാൻ പോരാ, സാംസ്കാരിക സമുച്ചയം, സാംസ്കാരിക സർവകലാശാല, ഒരു കൽപ്പിത സർവകലാശാല. ഇപ്പൊ ഔദ്യോഗികമായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഗവേഷണത്തിന്റെ കാര്യത്തിൽ സർവകലാശാലയുടെ അംഗീകാരം നമുക്കുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാറുള്ളത്. ആ പഠന ഗവേഷണം അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഗ്രന്ഥശാലയിൽ പഠന ഗവേഷണം. ഗ്രന്ഥശാല 35,000-ലധികം പുസ്തകങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളുടെ ഒരു അലവ, പക്ഷെ അതിൻ്റെ സംവേദനം അത് പുതിയ തലമുറയിലേക്ക് അത് എത്തുക എന്നതാണ് ഏറ്റവും. അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഇവിടുത്തെ പരിപാടികളിൽ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കുട്ടികൾക്ക് കുറേ ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ മലയാള ഭാഷാ പഠന കേന്ദ്രവും പിന്നെ കൃഷ്ണപിള്ള നാടകവേദിയും മ്യൂസിയവും കുട്ടികളുടെ ഗ്രന്ഥശാല, അതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതായിട്ട് കുട്ടികളുടെ ഗ്രന്ഥശാല, പുതിയ രൂപത്തിലുള്ള വായന, പഴയ തലമുറ അതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർന്നിട്ടുണ്ട്. ഒരു സർവകലാശാല എന്ന നിലയിൽ, ഒരു കൽപ്പിത സർവകലാശാല എന്ന നിലയിൽ ഇതിനെ നമുക്ക് ഇനി ഉയർത്തി കൊണ്ടുവരേണ്ടതായിട്ടുള്ള എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി, ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്രന്ഥശാല പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ 18ാമത് വാർഷികത്തിൻ്റെ ഉദ്ഘാടനം. 35 വർഷത്തെ ചരിത്രമുണ്ടെങ്കിൽ 18ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ഈ വേദിയിലുള്ള വിശിഷ്ട അതിഥികളുടെയും ഗുരുജനങ്ങളുടെയും നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി വളരെ അഭിമാനത്തോടും 650ഓളം അംഗങ്ങളുണ്ട്. ഇതിൽ 600-ലേറെ പേര് എഴുത്തുകാരാണ്. വിവിധ കലകളിൽ പ്രാവീണ്യമുള്ളവരാണ്. ആ എഴുത്തുകാരുടെ ഉത്സവമാണ് ഈ 4 ദിവസമായി നടക്കുന്നത്. അവരാണ് മുഖ്യ പങ്കാളികൾ, പ്രായോജകരും അവർ തന്നെ. ഇന്ന് സാഹിത്യ സഖ്യത്തിൻ്റെ 14ാം വാർഷികമാണ്. 14 വർഷമായി എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച 10 മുതൽ 1 വരെ ഈ എഴുത്തുകാരുടെ സംഗമം ഇവിടെ നടക്കും. ഒരു വലിയ കാര്യം. എല്ലാ വർഷവും ഈ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ വേണമെന്ന് നിർബന്ധമുള്ളവരുമുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കണം എന്ന് നിർബന്ധം ഉള്ള എഴുത്തുകാർ ഈ കൂട്ടത്തിലുണ്ട്. അതാണ് കൃഷ്ണപിള്ള സാറിൻ്റെ വലുപ്പം, അതാണ് ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം. ഇന്ന് 9 പേരാണ് പുസ്തകങ്ങൾ തന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 12 പേര്, ഈ വർഷം 9 പേർ. അതിൽ ഒരാളിൻ്റെ മകൻ അസുഖമായി, അദ്ദേഹത്തിന് ആശുപത്രിയിലാണ്. അതുകൊണ്ട് 8 പേരുടെ പുസ്തകങ്ങൾ ഇന്ന് പ്രകാശിപ്പിക്കും. ഈ 8 പേരുടെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുമ്പോൾ ഓരോന്നായി പ്രകാശിപ്പിക്കുമ്പോൾ ഞാൻ അവരെ ആ എഴുത്തുകാരനെ വിളിക്കാം. അവരോട് വേദിയിൽ വരണം, ഫോട്ടോ എടുക്കണം അവരോടൊപ്പം. ഈ പുസ്തകങ്ങളുടെ പ്രകാശനവും സാഹിത്യ സഖ്യത്തിൻ്റെ 14ാം വാർഷിക ഉദ്ഘാടനവും നിർവഹിക്കുന്നത് പ്രശസ്ത നിരൂപകൻ ശ്രീ ടി ശാസ്താമംഗലം അവർക്കാണ്. അദ്ദേഹം ഫൗണ്ടേഷൻ്റെ അഭിലേഖാംക്ഷിയാണ്. ആകാശവാണിയുടെ ഒരു പദമുണ്ട്, നിലയിലെത്തുവാൻ, ആകാശവാണിക്ക് നിലയിലെത്തുവാൻ എന്നൊരു പദപ്രയോഗം. ടി ശാസ്താമംഗലം ഫൗണ്ടേഷൻ്റെ സ്ഥിരം വേദി പങ്കിടുന്ന ഒരു മാന്യ ലേഖമാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഒരു വെളിപ്പുറത്ത് ഏത് സമയത്തും ഫൗണ്ടേഷൻ്റെ കാര്യത്തിന് കിട്ടുന്നു എന്നതാണ്. ആ നല്ല
മനസ്സിന് മുൻപിൽ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുസ്തക പ്രകാശനത്തിനായി ആദ്യം ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്രഭാഷണം. ആദ്യം പ്രകാശിപ്പിക്കുന്ന പുസ്തകം പി. സുദർശനന്റെ പ്രവാസി എന്ന നോവൽ. പി. സുദർശനെ വേദിയിലേക്ക് എൻ കൃഷ്ണപിള്ള സാറിൻ്റെ പേരിലുള്ള ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് മഹാഭാഗ്യമായി കാണുന്ന ഒരാളാണ്. ഇപ്പോൾ തുടർച്ചയായി ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. 2022 3 പുസ്തകങ്ങൾ പ്രകാശിതമാകുന്ന ചടങ്ങിൽ ഞാൻ സംബന്ധിക്കട്ടെ. അത് പിറ്റേ വർഷം 2023 12 വർദ്ധിച്ചു. ഇക്കുറി 9 പുസ്തകങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഒരു പുസ്തകം അച്ചടിച്ച് വന്നില്ല, പോയിട്ട് 8 പുസ്തകം. സാഹിത്യരംഗത്ത് മാത്രമല്ല, പൊതുവെ പറഞ്ഞ കലാരംഗം തന്നെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠം പിന്നീട് ചലച്ചിത്രഗാനമായി പുറത്തു വന്നു. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുളിചാർത്തി കനകക്കിങ്ങിണി അണിഞ്ഞു വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാൻ. എത്ര മനോഹരമായ വർണ്ണന ആണെന്ന് നോക്കുക. ഇത് കഴിഞ്ഞ് കവിസമ്മേളനം നടക്കാൻ പോകുന്നു. ഇവിടെ ധാരാളം കവികൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പൂന്നല നമ്പൂതിരി വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ച വരികളാണ്. ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിൽ ജി ദേവരാജന്റെ സംഗീതത്തിൽ മോഹനം, ആനന്ദഭൈരവി, ആരവി, ഹിന്ദോളം, വസന്ത എന്നിങ്ങനെ രാഗമാലികയായി ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. ഈ ലീലയും രേണുകയും ചേർന്ന് ആലപിച്ചു. വിഷുവിന് മാത്രമല്ല, എപ്പോഴും ഈ പാട്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇതേ സന്ദർഭത്തിന് വേണ്ടി പാട്ട് എഴുതേണ്ടി വന്നപ്പോൾ കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മ എഴുതി, ചെത്തി മന്ദാരം തുളസി പിച്ചക മാലകൾ ചാർത്തി ഗുരുവായൂരപ്പാതിനെ കണി കാണാൻ. അന്ന് ഞാൻ കുട്ടിയായിരുന്ന സമയമാണ്. ചെത്തി എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് പിടിയിട്ടില്ല. ഞാൻ പഠിപ്പിച്ച മലയാളം അധ്യാപകനോട് മുൻഷി സാറിനോട് ചോദിച്ചു, ചെത്തി എന്ന പറഞ്ഞാൽ എന്താണ്? സാറ് പറഞ്ഞാൽ മണ്ട, തെറ്റി എന്ന് നമ്മളെല്ലാം പറയുന്ന ആ ചെടി, ആ പൂവ് തന്നെയാണ് ചെത്തി. ചിലർക്ക് തെച്ചി എന്നും പറയും, ചെത്തി എന്നും പറയും. ഗുരുവായൂർ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന പൂക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് വയലാർ രാമവർമ്മ ഈ പാട്ട് എഴുതിയത്. അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജന്റെ സംഗീതത്തിൽ ആനന്ദഭൈരവി രാഗത്തിൽ ഈ സുശീല പാടി അനുസരണമാക്കിയ പാട്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞ് നന്ദനം എന്ന ചിത്രം പ്രചൂടി പുതിയ തലമുറക്കാർക്കാവ് ചിത്രമായിട്ട് ഓർമ്മ എന്ന ചിത്രം വന്നപ്പോൾ അതിൽ കേട്ടു ഏതാണ്ട് ഇതേ സന്ദർഭത്തിൽ പാട്ട്. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞ പീതാംബരൻ ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം, നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. മൗലി എന്ന് പറഞ്ഞാൽ ശിരസ്, തല എന്നൊക്കെ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞ പീതാംബരൻ ചാർത്തി. ആ 2 ചാർത്തി വന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അന്നും ഇന്നും ഞാൻ അതിനെക്കുറിച്ച് എഴുതി. കാരണം അവിടെ ചുറ്റി എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അതാണ് ഔചിത്യം. ഔചിത്യമുള്ള കവിയാണെങ്കിൽ ചുറ്റിനെ എഴുതുള്ളൂ. ശുഭ്രപട്ടാമ്പരം ചുറ്റി
ഒരു സ്വപ്നാടകയെപ്പോലെ അത് ഗന്ധർവ ക്ഷേത്രത്തിലെ പശുമതി ഋതുമതി എന്ന വയലാറിൻ്റെ ഗാനത്തിൽ പ്രയോഗിച്ചു. മാത്രമല്ല നമ്മുടെ വൈദ്യ സാറ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾപ്പൊടി കൊണ്ട് ചുറ്റി, ചാർത്തി എന്നല്ല ചുറ്റി എന്നാണ്. അവിടെയാണ് വൈദ്യ സാറ് ഔചിത്യവാനായ കവിയാണെന്ന് നമ്മൾ പറയുന്നത്. ആ പാട്ടിൻ്റെ പിന്നിൽ പോലും അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. ഹരിഹരനും വൈദ്യ സാറും കൂടി മുംബൈയിൽ രവി ബോംബെയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വൈദ്യ സാറ് പറഞ്ഞതാണ് എന്നോട്. സാറ് ചോദിച്ചു, രവി ട്യൂണെവിടെ? സാറ് വിചാരിച്ചു സലിൽ ചൗധരിയെ പോലെ ഉഷാഖന്നയെ പോലെ റെഡിമെയ്ഡ് ട്യൂണ് ഒരുക്കി വെച്ചിട്ട് രവി ബോംബെ ഹരിഹരനെയും വൈദ്യ സാറിനെയും കാത്തിരിക്കുകയാണ്. രവി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ ട്യൂണൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. കാക്കയുടെ സന്ദർഭം അറിയണം, പിന്നെ പാടുന്നത് ആരാ, ഏത് കഥാപാത്രമാണെന്ന് അറിയണം. ഇതെല്ലാം അറിഞ്ഞ് വരികൾ എഴുതി തന്നാൽ ഞാൻ ഉടൻ തന്നെ ട്യൂണുണ്ടാകും. ഇത് അടുത്ത മുറി നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നിരുന്ന് വേഗം പാട്ടെഴുതി 10 മിനിറ്റ് കൊണ്ട് വൈദ്യ സാർ എഴുതിയ. സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള പാട്ട് കേട്ട ഉള്ള രോഗം കൂടി പോയി. അടുത്ത മുറിയിൽ നിന്ന് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് വൈദ്യ സാർ എഴുതിയ പാട്ടാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾപ്പൊടി കൊണ്ട് പൊന്നോണപ്പൂവേ നീ. പിന്നെ അത് വൈദ്യ സാറിൻ്റെ വീട്ടുമുറ്റത്ത്, കവിയുടെ വീട്ടുമുറ്റത്ത്, കഥാനായകൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പൂ വിരിഞ്ഞു. അത് ഓണപ്പൂവാണെന്ന് സാർ എടുത്തു പറയും. അതിൻ്റെ വിശേഷണങ്ങളാണ്. മോനിഷ എന്ന നടി, വിനീതെന്ന് പറയുന്ന നായകനും രംഗത്ത് വരുന്ന നക്ഷത്രങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ്. ഗുരുവായൂരമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ പാട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ രവി ബോംബെ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അകാലത്തിൽ പോലില്ല ഗിരീഷ് പുത്തൻഗിരിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ നന്ദനം എന്ന സിനിമയിലെ പാട്ട് എഴുതിയിരിക്കുന്നത്. രവീന്ദ്രൻ്റെ സംഗീതം, മോഹനരാഗത്തിൽ ചിത്രപാടിയെ മനോഹരമാക്കിയ പാട്ടാണ്. ഇനി ആണ് ഞാൻ കാര്യത്തിലേക്ക് വരുന്നത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുള്ള ഒരു ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ. അതുപോലും വയനാടിൻ്റെ വരികയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഉദയനൻ്റെ മകൻ എന്ന സിനിമയിലെ പാട്ട്. അടുത്ത കാലത്ത് ഒരു സംഭവമുണ്ട്. ഒരു റിയാലിറ്റി ഷോയിൽ ഉദയനൻ്റെ മകനിലെ ഒരു പാട്ട് ഒരു കുട്ടി പാടി. അപ്പോൾ അതിൻ്റെ വിധികർത്താവായ MG ശ്രീകുമാർ ആ കുട്ടിയോട് ചോദിച്ചു, ഇതിൻ്റെ രചനയായ ആ കുട്ടി വളരെ സ്പഷ്ടതയോടുകൂടി പറഞ്ഞു, വയലാർ സാർ. ശ്രീകുമാറിന് സന്തോഷം തോന്നി. സംഗീതമായ ദേവരാജൻ മാസ്റ്റർ, കുറച്ചുകൂടി സന്തോഷം തോന്നി. പാടിയതായ സുശീലാമ്മ, വളരെയധികം സന്തോഷം തോന്നി. ചിത്രത്തിൻ്റെ പേരെന്താ? ഓന്തൻ്റെ മകൻ. ഉദയനെ ഓന്തനാക്കിയിരിക്കുന്നു. ഓന്തിൻ്റെയൊന്നുമല്ല, ഓന്തൻ്റെ മകൻ. ഈ ഗുരുവായൂരമ്പല നടയിലെ ഒരു പാട്ടിതാണ്. പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ടു മടക്കിക്കുത്തി പടയ്ക്ക് നീ ഇറങ്ങി വന്നാൽ ജയിക്കുമല്ലോ പാവം അർജുനൻ. ഗുരുവായൂരപ്പൻ റൗഡിയാണോ? മുണ്ടൊക്കെ മടക്കിക്കുത്തി, അതും മഞ്ഞമുണ്ട് മടക്കിക്കുത്തി. കവാലക്കുറ്റിക്ക് അടി കൊടുക്കണ്ടേ ഈ പറയുന്ന വ്യക്തിയുടെ, എഴുതിയ വ്യക്തിയുടെ? പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ട് മടക്കിക്കുത്തി പടയ്ക്ക് നീ ഇറങ്ങി വന്നാൽ ജയിക്കുമല്ലോ പാവം അർജുനൻ. ഇതാണ് വ്യക്തി. ഞാൻ വെറുതെ പറയുന്നില്ല. യൂട്യൂബിലും എല്ലാത്തിലും ഈ വരികളും പാട്ടും അവൈലബിളാണ്. സുദർശനം എടുത്തറിഞ്ഞ് അസുരന്റെ തലയെടുത്ത് അവതാര പിറവി പോലെ നടത്തിയിടണം നീ ഈ മംഗലം. ഗുരുവായൂരപ്പനോടുള്ള നിവേദനമാണ്. തുടർച്ച, പാട്ടിന്റെ തുടർച്ച ഇങ്ങനെയാണ്. മധുരയിൽ പിറന്നവനെ, അത്രയെങ്കിലും അറിയാമല്ലോ. വെണ്ണ കെട്ട് കുടിച്ചവന്, വെണ്ണ കുടിക്കുകയാണോ കഴിക്കുകയാണോ? ഇത് എഴുതിയാടിനായിരുന്നു അറിഞ്ഞൂടാ. നമുക്കറിയാം വെണ്ണ കുടിക്കുകയല്ല കഴിക്കുകയാണ്. വെണ്ണ കെട്ട് കുടിച്ചവനെ, മാമനെ വധിച്ചവനെ. കംസനെ കൊന്ന കാര്യമാണ് പറയുന്നത്. മാമൻ എന്ന് പറയുന്നത് സാധാരണ തിരുവനന്തപുരത്താണ്, അല്ലേ സാർ? അപ്പോൾ ഗുരുവായൂരപ്പൻ തൃശ്ശൂരുകാരനല്ല, തിരുവനന്തപുരത്തുകാരനാണ്. ശ്രീകാര്യ വെഞ്ഞാറമൂടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ
ഏതാണ്ട് പാഠശാലക്കാരനായിരിക്കണം. മാമനെ വധിച്ചവനെ വിധിച്ചിടേണ ഹാപ്പി എന്തുന്നി. ഇവിടെ ഭക്തിയുമില്ല വിഭക്തിയുമില്ല. എന്നിട്ട് ആ പാട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണ 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 രാധാ കാമുക, ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കരുത്. ഇതെങ്ങനെ കേൾക്കും ഗുരുവായൂരപ്പൻ? ഗുരുവായൂരപ്പൻ ഈ പാട്ട് വന്നതിന് ശേഷം ഗുരുവായൂരില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ തന്നെ കിടന്നു പോയി. വേറെ അന്യ സംസ്ഥാനത്ത് എവിടെയോ ചെന്ന് താമസിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ പാടിയ കൃഷ്ണന്റെ ദുഃഖം അല്ല, ഭക്തന്റെ ദുഃഖം കൃഷ്ണൻ ഇല്ലാതാക്കുമോ? ഇരട്ടിപ്പിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നിവിടെ 8 പുസ്തകങ്ങളാണ് പ്രകാശിതമായിരിക്കുന്നത്. അത് ആദ്യത്തെ പുസ്തകം പി സുദർശനന്റെ പ്രവാസി എന്ന നോവലായിരുന്നു. മൈത്രി ബുക്സ് തിരുവനന്തപുരമാണ് ഇതിന്റെ പ്രസാധകർ. 310 രൂപയാണ് വില. പശ്ചിമേഷ്യയിലെ അനന്തമായ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നോവലാണ് ഇത്. ശീർഷകത്തിന്റെ തൊട്ട് താഴെ തന്നെ നോവലിസ്റ്റ് എഴുതി ചേർത്തിട്ടുണ്ട്. 37ഓളം വിവിധ കൃതികളുടെ കർത്താവാണ് പി സുദർശനൻ. 1-2 അല്ല, 37ഓളം കൃതികളുടെ കർത്താവാണ് അദ്ദേഹം. ശാസ്ത്രവും ചരിത്രവും കൈകോർക്കുന്ന, അതേസമയം അവ വിരുദ്ധ കോടിയിൽ നിൽക്കുന്ന നോവലാണ്. വ്യത്യസ്തമായ ശൈലിയിലൂടെ ആഖ്യാനോത്സുകത നിലനിർത്തിക്കൊണ്ട് വാർത്തെടുത്ത കൃതി. ഓരോ കൃതിയെക്കുറിച്ചും ഒരുപാട് പറയണമെന്നുണ്ട്, സമയമില്ല. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാൻ ഞാൻ നിർബന്ധനായിരിക്കുകയാണ്. നിർബന്ധിതൻ എന്ന് പലരും പ്രയോഗിക്കും. ആ പ്രയോഗം ശരിയല്ല. നിർബന്ധൻ ആണ്. ഭാഷ പഠിച്ചവർ അങ്ങനെ പ്രയോഗിക്കണം, നിർബന്ധൻ. പ്രശസ്ത കവികളുടെ കൃഷി കവിതാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതയിൽ 100 മേനി കൊയ്തു പറഞ്ഞ കൃതിയാണ് രണ്ടാമതായി നമ്മളിവിടെ പ്രകാശിപ്പിച്ചത്. തിരുമല ശിവൻകുട്ടിയുടേതാണ് ആ കൃതി. സ്മരണാഞ്ജലി എന്ന നിലയിൽ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് അനിൽ നെടുങ്ങോട് എഴുതിയ അവതാരിക ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. കൃഷിയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ പ്രിയ കവികൾ കുറിച്ച കാവ്യങ്ങളിലേക്ക് സത്യസന്ധമായി വെളിച്ചം വീശുന്നതാണ് ഈ. ചങ്ങമ്പുഴ, വൈലോപ്പള്ളി, പി കുഞ്ഞരാമൻ നായർ, വൈലാമൂർ രാമവർമ്മ, തിരുനെല്ലൂർ കരുണാകരൻ, ONV കുറുപ്പ്, പുതുശ്ശേരി രാമചന്ദ്രൻ, ചെമ്മനം ചാക്കോ, പുനലൂർ ബാലൻ, അച്യുതം നമ്പൂതിരി, കാവാലം നാരായണപ്പണിക്കർ, പി ഭാസ്കരൻ എന്നീ കവികളുടെ കാർഷിക കവിതകളാണ് ഈ പുസ്തകത്തിൽ തിരുമല ശിവൻകുട്ടി ആസ്വാദന വിധേയമാക്കിയിരിക്കുന്നത്. പുതിയ വിഷയം കണ്ടെത്തി പുതുമയോടെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം. 28ഓളം കൃതികളുടെ കർത്താവായ അദ്ദേഹം തനിക്ക് ഏത് വിഷയവും അനായാസേന കൈകാര്യം ചെയ്യാനാവുമെന്ന് തെളിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ മെരിൻഡ ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. 140 രൂപ വില. എഴുത്തുമേശയിലെ ഓർമ്മച്ചെപ്പുകൾ എന്ന കൃതി കടക്കാവൂർ പ്രേമചന്ദ്രൻ്റേതാണ്. ഈ പുസ്തകം തുറക്കുമ്പോൾ തന്നെ നേത്രോന്മീലനം എന്ന NK വിജയകുമാർ എഴുതിയ ആമുഖ കുറിപ്പുകൾ, തൊട്ടു പിന്നാലെ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ്റെ അവതാരിക വായിക്കാം. ഹ്രസ്വമെങ്കിലും പ്രൗഢമാണ് ആ അവതാരിക. ഡോക്ടർ G രാജേന്ദ്രപിള്ളയുടെ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന പഠന ലേഖനവും തൊട്ട് പിന്നിട്ട് വേണം നാം കൃതിയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കേണ്ടത്. കഥകളി പണ്ഡിതനും ക്ലാസിക്കൽ കലകളുടെ പ്രചാരകനും പത്രാധിപരും അധ്യാപകനുമൊക്കെ ആയിരുന്ന കിളിമാനൂർ R കുട്ടൻപിള്ളയെ കുറിച്ചുള്ള അനുസ്മരണ കുറിപ്പാണ് 1ാമത്തെ അധ്യായം. ആ മഹാവ്യക്തി നമ്മുടെ ഗ്രന്ഥകാരൻ്റെ പിതാവാണെന്നത് അദ്ദേഹത്തെ പോലെ തന്നെ നമുക്കും അഭിമാനവും ആഹ്ലാദവും ഏറിയ കാര്യമാണ്. 2ാമത്തെ ഓർമ്മച്ചെപ്പ് മഹാകവി കുമാരനാശാനെ കുറിച്ചുള്ളതാണ്. സിംഹാസനത്തിലെ കവി എന്നാണ് ആശാനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർമ്മയോഗിയായ മന്നത്ത് പത്മനാഭൻ, ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ്, NN കക്കാട്, രാജാരവിവർമ്മ എന്നിവരെക്കുറിച്ച് മാത്രമല്ല മലയാള കവിതയിലെ മഴയെക്കുറിച്ചും ഓണത്തെപ്പറ്റിയും കഥകളിയെപ്പറ്റിയുമൊക്കെ കടക്കാവൂർ പ്രേമചന്ദ്രൻ ആഴത്തിൽ ചിന്തിച്ച് ഓർമ്മച്ചെപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നു. രാമനിലയം പബ്ലിക്കേഷൻ തിരുവനന്തപുരം പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ വില 150 രൂപ. അടുത്തതൊരു കാവ്യ സമാഹാരമാണ് ഋതുകോപം. കരിമം M നീലകണ്ഠൻ്റെ 48 കവിതകൾ ഇതിൽ നമുക്ക് വായിക്കാം.
സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കണ്ടെത്തി അവയെക്കുറിച്ചാണ് അദ്ദേഹം കാവ്യരചന നിർവഹിച്ചിട്ടുള്ളത്. പുസ്തകത്തിന് നൽകിയിട്ടുള്ള ഋതുഭോഗം എന്ന ശീർഷകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വയനാട് ദുരന്തം വരുന്നതിന് മുമ്പാണ് ഈ കവി ഋതുഭോഗം എന്ന കവിത എഴുതിയതെങ്കിലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമാണ് എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അത് ശരിവെക്കുന്നു. കവിത എഴുതുന്നവരെ ക്രാന്തദർശി എന്ന് നാം വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഓസോൺ കുടകൾ തീറുന്നുണ്ടങ്ങുമിങ്ങും മാരകരശ്മികൾ വന്നെത്തി മക്കരെ കാലപുരിക്കയക്കുന്നു നിഷ്കരണം ശേഷിച്ചോർ വെറും ജീവച്ഛവങ്ങളല്ലോ എന്ന മട്ടിൽ ഋതുഭോഗത്തിൻ്റെ അനന്തരഫലം അദ്ദേഹം ആവിഷ്കരിക്കുമ്പോൾ ആ വരികൾക്ക് എന്താണ് പ്രസക്തി എന്ന് നാം ആലോചിച്ചു പോകുന്നു. സത്യത്തിൻ്റെ പ്രകാശം പരക്കുന്ന വരികളാണ് അതെന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. മഷി ബുക്സ് കൊല്ലം പുറത്തിറക്കിയ ഋതുഭോഗത്തിന് 150 രൂപയാണ് വില. ഇതിന് അവതാരികയില്ല. ദിനകവി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദിനവും എഴുതുന്ന കാവ്യശകലങ്ങൾ അതോരോന്നും 4 വരികൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതിനു മുമ്പ് അദ്ദേഹം പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്, ഒരിക്കലല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 തവണ. ഇന്നിവിടെ പ്രകാശിപ്പിച്ചത് 3ാം ഭാഗമാണ്. പുസ്തകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ സാക്ഷ്യത്തിൽ ഈ പുസ്തകങ്ങൾ കൈപ്പറ്റിയതേ ഉള്ളൂ. ഉള്ളടക്കം ശ്രദ്ധിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. അത് സാന്ദർഭികമായി പിന്നീട് ആ പുസ്തകങ്ങളെക്കുറിച്ച് എഴുതാനോ പറയാനോ കഴിയുമ്പോൾ അത് ചെയ്യാം. എങ്കിലും ഇന്ന് പ്രകാശിപ്പിക്കപ്പെട്ട പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ചല്ലെങ്കിലും പുസ്തക പ്രസിദ്ധീകരണത്തെക്കുറിച്ചുള്ള ദീർഘകാലമായി എനിക്ക് തോന്നിയിരുന്ന ചില ആശങ്കകൾ അതൊന്ന് പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു അവസരമാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ നോവൽ, കവിത, ചെറുകഥ, സാഹിത്യ നിരൂപണം, പ്രാദേശിക ചരിത്രം, സ്മരണകൾ ഇത്രയും വിഭാഗങ്ങളിൽപ്പെട്ട 8 പുസ്തകങ്ങളാണ് ഇന്നിപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ടത്. ടി.പി. ശാസ്ത്രമംഗലം സാറ് പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ പ്രസാധകരുടെ പേരും പുസ്തകത്തിൻ്റെ വില അടക്കം അദ്ദേഹം വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സാമാന്യമായി സമാന്തര പ്രസാധകരാണ്. സമാന്തര മാസിക എന്നൊക്കെ പറയുന്നത് പോലെ പുസ്തക മുതലാളിമാർ നടത്തുന്ന പ്രസാധന സ്ഥാപനങ്ങളിൽ നിന്ന് ഭിന്നമായി സാധാരണ എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ അവസരം നൽകുന്ന പ്രസാധന സ്ഥാപനങ്ങളെ നമുക്ക് തൽക്കാലം സമാന്തര പ്രസാധന സ്ഥാപനങ്ങളെന്ന് വിളിക്കാം. അത്തരം സമാന്തര പ്രസാധകരാണ് ഈ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 20-30 കൊല്ലം മുമ്പ് മുതൽ തന്നെ നമ്മൾ സജീവമായി ചർച്ച ചെയ്തു പോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ വായന കുറയുന്നുണ്ട് എന്നത്. പക്ഷെ വായന കുറയുന്നുണ്ട് എന്ന് കരുതാൻ നിർവാഹമില്ലാത്ത തരത്തിൽ നിരവധി പുസ്തകങ്ങൾ ദിവസം പ്രതി പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ടെലിവിഷൻ വന്നപ്പോൾ, അതിനു മുമ്പ് റേഡിയോ വന്നപ്പോൾ, പിൽക്കാലത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചാരത്തിലായതോടുകൂടി ഒക്കെ വായന കുറയുന്നുണ്ട് എന്ന വലിയൊരു പരാതി. വായനയുടെ രീതി മാറുന്നതേ ഉള്ളൂ, വായന കുറയുന്നുണ്ട് എന്ന് നമുക്ക് കരുതാൻ നിർവാഹമില്ല. പക്ഷെ ആളുകളുടെ അഭിരുചി മാറുന്നുണ്ട്. ആ അഭിരുചി മാറുന്നതിനനുസരിച്ചുള്ള പുസ്തകങ്ങളും ധാരാളമായി വരുന്നുണ്ട്. ഒരു പ്രസാധകനോ എഡിറ്ററോ ഇല്ലാതെ ഒരാൾക്ക് സ്വന്തം രചനകൾ പ്രകാശിപ്പിക്കാനുള്ള വലിയ സാധ്യത നൽകുന്ന സമൂഹ മാധ്യമങ്ങളും ഇതേറെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും അങ്ങനെ അനവധി മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു പുസ്തകത്തെ നമ്മൾ വേണ്ട വിധം അറിയാൻ, ഒരു എഴുത്തുകാരനെ അറിയാൻ, അയാൾ കാലത്തെ അതിജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ഇപ്പോഴും അച്ചടി രൂപത്തിൽ വന്നാലേ നമുക്ക് എത്തിയാകും. അച്ചടിയിൽ വരുമ്പോഴാണ് ഒരാളിനെ, ഇപ്പോൾ 5000-ലേറെ വായനക്കാർ സ്ഥിരമായിട്ടുള്ള ചില ബ്ലോഗർമാരൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രസിദ്ധീകരിക്കുന്നത് 5000 പേർ ഉടൻ വായിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ പൊതുജനങ്ങൾക്ക് അയാളെ അറിയാൻ കഴിയുന്നത്
അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറേ കാര്യങ്ങളെങ്കിലും ഒരു അച്ചടി രൂപത്തിൽ പുസ്തകത്തിൽ വരുമ്പോഴാണ്. മാതൃഭൂമി മുമ്പ് അങ്ങനെ ഒരു പങ്ക് തന്നെ ബ്ലോഗന എന്ന പേരിലാണെന്ന് തോന്നുന്നു. ബ്ലോഗുകളിൽ വന്നവ അച്ചടി രൂപത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ എഴുത്തുകാരെ പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു. അതിനർത്ഥം അച്ചടിക്ക് വളരെ പ്രാധാന്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ പ്രസാധനം ഒരു വലിയ പ്രശ്നമായി മാറും. നമുക്കറിയാം, കേരളത്തിലെ പുസ്തക രംഗത്തെ നിയന്ത്രിക്കുന്നത് 2-3 പ്രസാധകരാണ്. കോളേജുകളിലും സ്കൂളുകളിലുമുള്ള ലൈബ്രറികളിലെ പുസ്തകങ്ങൾ എത്തിക്കുന്നതിൻ്റെ പോലും ചുമതല ഇവരാണ് പലപ്പോഴും കൈയേൽക്കുന്നത്. ഇപ്പോൾ കോളേജിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരു ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേ ആ അക്കാദമിക് ഇയറിൽ വാങ്ങേണ്ട പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്താലും അതിൻ്റെ മറ്റ് ക്ലറിക്കൽ വർക്കൊക്കെ പൂർത്തിയായി പുസ്തകങ്ങൾ എത്തുന്നത് മാർച്ചിലാണ്. പലപ്പോഴും മാർച്ച് പകുതി കഴിഞ്ഞതാണ്. അപ്പോൾ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കൊടുത്ത ലിസ്റ്റിലെ പകുതി പുസ്തകങ്ങളെ കാണും. ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത ചില വൻകിട പ്രസാധകരോ അവരുടെ ഏജന്റുമാരോ കഴിഞ്ഞ വർഷം എത്തിച്ച പുസ്തകങ്ങളും ഈ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ ആവർത്തിച്ച് 5-6 കോപ്പി വീതവും നിർബന്ധമായി കൊണ്ടുവരിക. അപ്പം അത്തരം പുസ്തകങ്ങൾ ഒഴിവാക്കിയാൽ പലപ്പോഴും ക്ലറിക്കൽ വിഭാഗത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് തൊട്ടടുത്ത വർഷം നമ്മൾ ഈ ഫണ്ട് ചെലവഴിച്ചില്ല എന്ന കാരണത്താൽ എമൗണ്ട് കുറയാം. അതുകൊണ്ട് ഇതെല്ലാം വാങ്ങിക്കൂട്ടാൻ നിർബന്ധിതമാക്കി. ഈ അവസാന സമയത്തേക്ക് എത്തിക്കുന്നത് മറ്റു പ്രസാധകരുടെ പുസ്തകങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വം അത്തരം പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ അവസരം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ്. അതാണ് നമ്മുടെ പ്രസാധക മുതലാളിമാർ ചെയ്യുന്ന വലിയൊരു ദോഷം. അവിടെയാണ് നമുക്ക് ഈ സമാന്തര പ്രസാധകരുടെ വലിയ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ എക്സിബിഷൻ നടക്കുമ്പോഴാണ് സമാന്തര പ്രസാധകർക്ക് ചുരുങ്ങിയ തോതിലെങ്കിലും ഒരവസരം കിട്ടുന്നത്. അല്ലാതെ അവരുടെ പുസ്തകങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഔട്ട്ലെറ്റുകൾ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. പലതരം നെറ്റ്വർക്കിൽപ്പെട്ടായിരിക്കും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷെ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിന് സ്ഥിരം നെറ്റ്വർക്കുള്ള ഷോപ്പുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരും. അത് പലപ്പോഴും 2 ദിവസം അലമാരയുടെ മുൻപിലിരിക്കുകയും പിന്നെ അത് പിന്നിലേക്ക് പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു രീതിയും നിലവിലുണ്ട്. ഇതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ പ്രസാധകർ എന്ന് പറഞ്ഞാൽ മുഖ്യധാര പ്രസാധകർ, ഡോമിനൻസ് നിലനിർത്തുന്ന പ്രസാധകർ എഴുത്തുകാരെയും എഴുത്തിനെയും അവഗണിക്കുന്നതിൻ്റെ വളരെ ഒരു ഫാസിസ്റ്റ് പ്രവണത ഇറങ്ങിയ ഒരു കുറ്റകൃത്യം എന്ന് തന്നെ പറയാവുന്ന ഒരു രീതി അവലംബിച്ചു പോരുന്നത്. പേര് തന്നെ തുറന്ന് പറയാം. ഇപ്പോൾ DC ബുക്സിൻ്റെയോ മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ അതേ സ്റ്റാറ്റസ് ഉള്ള ചില പ്രസാധകരുടെയോ പുസ്തകങ്ങൾ നോക്കിയാൽ നമുക്കത് കൃത്യമായി കാണാൻ കഴിയും. എഴുത്തുകാരൻ്റെ വിവരം നൽകുന്നത് വളരെ പരിമിതമായിട്ടാണ്. ആ അക്ഷരങ്ങളെല്ലാം കൂടി നമ്മുടെ കണ്ണിൽ വീണാൽ പോലും ഒരു കരടായി തോന്നാത്ത അത്ര ചെറിയ അക്ഷരത്തിലെ അച്ചടിയും എഴുത്തുകാരനെ അപ്രധാനീകരിക്കും. പിന്നെ ആരാണ് പ്രധാനം? ഞങ്ങൾ, അതായത് പ്രസാധകർ. ഈ എഴുത്തുകാരൻ ഈ പുസ്തകത്തിന് മുമ്പ് എന്തെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ? നമ്മൾ എഴുത്തുകാരൻ്റെ പുസ്തക ലിസ്റ്റ് പരിശോധിച്ചാൽ അവർ വളരെ അഹന്തയോടെ കാണിക്കും, ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. ഞങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളും അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന മട്ടിലാണ്. ഈ കുത്തക മുതലാളിത്തത്തെ, ഈ പ്രസാധനത്തെ ഒളിക്കാൻ കഴിയും. അത് ആവശ്യമാണ്, അത് ചരിത്രപരമായ ഒരു അനിവാര്യതയാണ്, സംസ്കാരത്തിൻ്റെ ഈടുവെപ്പിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വിജയകുമാർ സാറിനെ പോലുള്ള വിശിഷ്ട അതിഥികൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, സത്യത്തിൽ ഈ രാജരാജവർമ്മ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ സാംസ്കാരിക സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു പുസ്തക പ്രസാധനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നും ആ പുസ്തകം എങ്ങനെയാണ് ഒരു കോപ്പിയെങ്കിലും സൂക്ഷിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു സാംസ്കാരിക നയം നിർബന്ധമായും സർക്കാർ ഉണ്ടാക്കേണ്ടതാണ്. അതിനുള്ള ഒരു കരട് രേഖ തയ്യാറാക്കി നൽകാൻ ഈ സ്ഥാപനം മുൻകൈയെടുത്താൽ അത് എത്രയും നന്നായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.